ലോകത്തിന്റെ എല്ലായിടത്തും ഒരു മലയാളി ഉണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് ആ മലയാളിക്കൊക്കെ ഓരോ പ്രശ്നം ഉണ്ടാവും. പ്രശ്നം എന്താണെന്നറിയാൻ പ്രശ്നം വെച്ച് നോക്കുന്നവരാ നമ്മൾ മലയാളികൾ. ഈ മലയാളി ലോകത്തിന്റെ ആ അറ്റത്ത് എത്തിയതിന്റെ പിന്നിൽ ഒന്നില്ലെങ്കിൽ നാട്ടിൽ വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഉള്ള പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾക്കറിയോ, WACയുടെ ഈ വർഷത്തെ കണക്കനുസരിച്ച്, ജീവയുടെ മുഖം കണ്ടാ അറിയാം WAC മനസ്സിലായില്ലല്ലേ, പറഞ്ഞുതരാം. WACയുടെ ഈ വർഷത്തെ കണക്കനുസരിച്ച് 99.9% ആളുകളും ഡെയിലി 10 തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്താ അല്ലേ? ഇത് കേട്ടപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് മൂഡ് ഓഫ് ആയില്ലേ? ഇതാണ് മലയാളിയുടെ പ്രശ്നം. ആരെങ്കിലും വന്നൊരു സംഘടനയുടെ പേരും കുറച്ച് കണക്കും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് അങ്ങോട്ട് വിശ്വസിച്ചോളും. അങ്ങനെ ഇന്ന കണക്കൊന്നൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും ഓരോരോ പ്രശ്നമുണ്ട്. എൻ്റെ കൂട്ടുകാരന് പേരാണ് പ്രശ്നം. അവൻ്റെ പേര് ആൽഡൻ എന്നാണ്. ഇതാദ്യമായിട്ട് കേൾക്കുന്ന എല്ലാവരും അവനോട് ചോദിക്കും, ഡാൽഡയോ? ഡാൽഡയല്ല, ആൾഡൻ എന്ന് പറഞ്ഞ് മടുത്തപ്പോൾ അവൻ ഗസറ്റിൽ കൊടുത്ത് പേരങ്ങ് മാറ്റി മനോജ്. ഇപ്പം അവനെ നാട്ടുകാരൊക്കെ നല്ല രീതിയിൽ ഡാൽഡ മനോജ് എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ കൂട്ടുകാരി ഉണ്ട് കേട്ടോ, അവളുടെ പ്രശ്നം നാക്കാണ്. അവൾ എന്ത് പറഞ്ഞാലും അത് പിന്നീട് സംഭവിക്കും. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എടി പുഴ ഇനിയും ഒഴുകും, നമ്മൾ വീണ്ടും കാണുമെന്ന്. സത്യമായിരുന്നു. കഴിഞ്ഞ പ്രളയത്തിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ പുഴയിലൂടെ അവൾ ഒഴുകി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രശ്നമൊന്നും അല്ല കേട്ടോ. എനിക്ക് 3 പ്രശ്നങ്ങളാണുള്ളത്: തടി, മുടി, മടി. എൻ്റെ തടി പെട്രോളിൻ്റെ വില പോലെ കൂടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ മുടിയാണെങ്കിൽ ഗ്യാസിൻ്റെ സബ്സിഡി പോലെ കുറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ മടി, അതിനൊരു ഉപമ കണ്ടുപിടിക്കാൻ പോലും എനിക്ക് മടിയാ. ഈ മുടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുടിയൊക്കെ പോയി ഞാനൊരു കഷണ്ടിനി ആവുമോ എന്നാണ് എൻ്റെ പേടി. ഈ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടേ വീട്ടിലുള്ള നെല്ലിക്ക, താന്നിക്ക, കോവയ്ക്ക, കൈപ്പയ്ക്ക, മുരിങ്ങയില, കറിവേപ്പില, ചെമ്പരത്തിയില, വീട്ടിലെ ആടിൻ്റെ വായിലിരിക്കുന്ന പ്ലാവില വരെ പറിച്ചെടുത്ത് ഞാൻ എണ്ണ കാച്ചി നോക്കി, രക്ഷയില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ തടി കുറയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗ്രീൻ ടീയെ കുറിച്ച് അറിയുന്നത്. പക്ഷേ ആക്സിഡൻ്റ് ആയിട്ട് റോഡിൽ കിടക്കുന്നവൻ്റെ അടുത്ത് പാരസെറ്റാമോൾ കഴിച്ചാൽ മതി കേട്ടോ എന്ന് പറയുന്ന പോലെയാണ് ഞാൻ ഗ്രീൻ ടീ ഉപയോഗിച്ചത്. കണ്ടതെല്ലാം വലിച്ചു വാരി തിന്നിട്ട് അവസാനം ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കും. അത് ഭയങ്കര കയ്പായതുകൊണ്ട് 1 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട്. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിനക്ക് മാത്രമേ പ്രശ്നമുള്ളൂന്ന്. അല്ല, സെലിബ്രിറ്റീസ് ആയ ഇവരെ പോലുള്ളവർക്കും ഇഷ്ടം പോലെ പ്രശ്നമില്ലേ? ആ, അയ്യോ അങ്ങനെ ഇടയ്ക്ക് പറയല്ലേ. ഇവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവരൊക്കെ ഈ ഫോട്ടോസൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ചിലർ തള്ളേ പൊളിന്ന് കമൻ്റ് ഇടും, ചിലർ തല്ലിപ്പൊളിന്നും കമൻ്റ് ഇടും. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെയാണ് ഇവർ നേരിടുന്ന അടുത്ത പ്രശ്നമാണ് ആശംസാ വീഡിയോ. ആരാന്ന് പോലും അറിയാത്തവൻ്റെ വീട്ടിൽ കുട്ടി വന്നാലും പട്ടി പറ്റാലും ഒക്കെ ഇവർ ആശംസ പറയണം. എൻ്റെ കൂട്ടുകാരൻ ഒരു 2 വർഷം മുമ്പ് ഒരു സെലിബ്രിറ്റിയോട് ആശംസ വീഡിയോ ചോദിച്ചു. എന്തിനാണെന്നറിയോ? കോവിഡ് ടെസ്റ്റിൽ പോസിറ്റീവ് കിട്ടിയത്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ ലൈഫിൽ ഒരു റിസൾട്ട് പോസിറ്റീവായത് അത് ടെസ്റ്റ് ചെയ്തപ്പോൾ മാത്രമാണ്. അപ്പോൾ അദ്ദേഹം അവനോട് മാന്യമായിട്ട് പറഞ്ഞു, മോനെ ഇതൊന്നും ശരിയല്ല, മോശമല്ലേ എന്ന്. അപ്പം തന്നെ ഇവൻ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടു, ഇയാൾക്ക് ഭയങ്കര ജാടയാണ്, പിന്നെ അഭിനയിക്കാനും അറിയില്ല. ഈ ജാട വല്ലാത്തൊരു പ്രശ്നമാണ് കേട്ടോ. ഈ ഷാജോൻ ചേട്ടൻ അവിടെ നിൽക്കുമ്പോഴേ ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ സെൽഫി എടുക്കാൻ പോവാമെന്ന് വിചാരിച്ചു. പക്ഷേ ഷാജോൻ ചേട്ടൻ്റെ മുഖത്തൊരു ഭാവം, ഞങ്ങൾ വിചാരിച്ചു എന്തൊരു ജാടയാണ് അയാൾക്കെന്ന്. പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത് പുള്ളി ആ ഭാവം കൊണ്ട് നേരെ പോയത് ബാത്റൂമിലേക്കാണ്. പുള്ളിയുടെ വയറിൻ്റെ ഒരു വിഷമമാണ് ആ മുഖത്ത് കണ്ടതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. സോറി ചേട്ടാ, സോറി. ഇവർക്ക് ഇതാണ് പ്രശ്നമെങ്കിൽ സാധാരണക്കാർക്ക് എപ്പോഴും പൈസയാണ് പ്രശ്നം, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ 90% പ്രശ്നങ്ങളും പൈസ ഉണ്ടെങ്കിൽ തീർന്നേനെ, അല്ലേ ചേട്ടാ? ആ, ഞങ്ങളുടെയൊക്കെ ജീവിതം എന്ന് വെച്ചാലേ ചേട്ടാ ഈ KSRTC ബസ് പോലെയാ. ഏത് റൂട്ടിൽ കൂടെ പോയാലും നഷ്ടം മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം അത് ഇലക്ട്രിക് സ്കൂട്ടർ പോലെയാ, വരുന്നതും പോകുന്നതും ഒന്നും അറിയുന്നേ ഇല്ല. പിന്നെ ചിലവന്മാരുണ്ട് കേട്ടോ, ചിലവന്മാർ സ്റ്റാറ്റസ് ഇടും പണം കൊണ്ട് സന്തോഷം വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ. എൻ്റെ വീടിനടുത്തൊരു ചേട്ടൻ എപ്പോഴും ഇതാണ് സ്റ്റാറ്റസ്. കഴിഞ്ഞ പുള്ളിയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പൈസ ഇല്ലാതെ ഭാര്യ വീട്ടിൽ കയറ്റാതായപ്പോൾ പുള്ളി സ്റ്റാറ്റസ് അങ്ങ് മാറ്റി. ദാമ്പത്യവും കിടക്കയും തമ്മിലും ബന്ധമുണ്ട്, പണവും സന്തോഷവും തമ്മിലും നല്ല ബന്ധമുണ്ടെന്ന്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഷാജഹാൻ ചക്രവർത്തിയൊക്കെ വലിയ ഹൈ ക്ലാസ് ആയതുകൊണ്ട് താജ്മഹലൊക്കെ പണിഞ്ഞ് സന്തോഷമായിട്ട് അങ്ങോട്ട് ജീവിച്ച്. ഇയാളൊരു സാധാരണക്കാരനായിരുന്നെങ്കിലോ താജ്മഹൽ പണിയാൻ പോയിട്ട് താലിമാല പണിയാൻ പോലും പുള്ളിയുടെ പൈസ ഉണ്ടാവില്ല, ലോൺ എടുക്കേണ്ടി വന്നേനെ. അല്ലെങ്കിലും ഈ ലോണും കടവും ഇൻസ്റ്റാൾമെൻറ്റും ഒക്കെ നമ്മളെപ്പോലുള്ള പാവങ്ങളെ ലക്ഷ്യം വെച്ചിട്ടാണല്ലോ. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് ഇൻസ്റ്റാൾമെൻറ്റാണ് ഇഷ്ടം. 1 രൂപയുടെ സാധനമാണെങ്കിലും 25 പൈസ 4 പ്രാവശ്യം അടച്ചു തീർത്താലേ അവർക്ക് സമാധാനമാവുള്ളൂ. ഈ കടവും ഇൻസ്റ്റാൾമെൻറ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ ലിവിങ് ടുഗദർ പോലുള്ള റിലേഷൻ പോലെയാണ്. നമ്മൾ കടം വാങ്ങുന്നു, പൈസ കൊടുക്കുന്നു, ആ ബന്ധം തീരുന്നു, ഓക്കെ.
പക്ഷേ ഇൻസ്റ്റാൾമെന്റ് അങ്ങനെയല്ല, കല്യാണം കഴിച്ചതുപോലെയാ. ആ ബന്ധം തീർക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. ഇന്ന് കാലത്ത് ഒരു ഭാര്യയും ഭർത്താവും, സാധാരണക്കാരായ ഒരു ഭാര്യയും ഭർത്താവും ബൈക്കിൽ കെട്ടിപ്പിടിച്ച് ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അവരുടെ ലോണ് പാസ്സായിട്ടുണ്ട്. പക്ഷേ ആ സന്തോഷമൊന്നും ലോണ് തിരിച്ചടയ്ക്കുമ്പോൾ കിട്ടണമെന്നില്ല. അതുവരെ മുറ്റത്തെ മുല്ലായിരുന്ന ലോണൊക്കെ ഒരടവ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറമ്പിലെ ചൊറിയണവും നമ്മളെ കയറി അങ്ങ് ചൊറിയാൻ തുടങ്ങും. മുമ്പൊക്കെ ആണെങ്കിൽ വീടിന്റെ മുന്നാധാരം, പിന്നാധാരം, അടിയാധാരം, എന്തിന് അപ്പൂപ്പന്റെ കുഴിമാടത്തിലെ അസ്ഥിവാടം വരെ കാണിച്ചു കൊടുത്താലേ ബാങ്കിൽ നിന്ന് ലോണ് തരുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഒരൊറ്റ ആധാർ കാർഡും ഒരാപ്പും മതി നമുക്ക് ലോൺ റെഡി. പക്ഷേ ബാങ്കിലെ ലോൺ അടച്ചില്ലെങ്കിൽ ജപ്തി നോട്ടീസ് വരുമോന്നാണ് പേടിയെങ്കിൽ, ആപ്പിൽ നിന്ന് എടുത്തിട്ട് ലോൺ അടച്ചില്ലെങ്കിൽ നഗ്ന ഫോട്ടോസ് വരുമോന്നാ പേടി. ഈ പേടിയില്ലാത്ത ഒരാളെ എനിക്കറിയാം. ആരാന്നറിയോ? സണ്ണി ലിയോൺ.